ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന, രാവിലേക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ചൂടാറ്റി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു പിഞ്ചോളം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് കൂടുതൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില കേട്ടോ. കറിവേപ്പില മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതിന് കൂടുതൽ നമുക്ക് 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ഉപ്പുമാവിൻ്റെ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇതുപോലെ ഇങ്ങനെ വെള്ളം പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഉപ്പുമാവിൻ്റെ പരുവത്തിൽ ഇത് ആയിട്ട് കിട്ടിയിട്ടുണ്ടാ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതിനെ ഒന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് ചൂടാറണ്ട, ചെറുതായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലും ആക്കി കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് കയ്യിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ആക്കി കൊടുക്കുക. എന്നിട്ട് നടുഭാഗത്ത് ഇതുപോലൊരു ഓൾസ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലൊരു ഓൾസ് ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ വടൻ്റെ ഷേപ്പിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്കൊന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വാഴയിലടക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ അങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ അതിന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. ഒരുപാട് എണ്ണയും നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തിയും കൂടി കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ 1-2 പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള കേട്ടോ. ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്, കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞളും ഈ ഒരു മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റവയിലേക്ക് ഉപ്പ് ചേർത്തതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ചേർക്കാം, ബീഫിൻ്റെ മസാല ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൊടികൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഈ പൊടികളൊക്കെ ആ ഒരു പച്ച മണങ്ങ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തിന് നമ്മളിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു വട ഉണ്ടല്ലോ, നമ്മൾ റവ വെച്ചിട്ടുള്ള വട റെഡിയാക്കി എടുത്തത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മിക്സ് ആക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, മെല്ലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മസാലയ്ക്ക് ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങ് എല്ലാം കൂടി അങ്ങ് ഒപ്പൻ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാലയ്ക്ക് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടുന്ന രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കേണ്ടില്ല. നമ്മളിതാ 2 മിനിറ്റ് ഒന്ന് ഇതിനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.